ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി മാറിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് 171 അപകടം നടന്നിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും ആ ദുരന്തത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. 260 യാത്രക്കാരുടെ ജീവൻ കവർന്ന ആ വിമാനാപകടം കേവലം ഒരു സാങ്കേതിക തകരാറല്ലെന്നും മറിച്ച് വിമാനത്തിന്റെ കോക്പിറ്റിലിരുന്ന പൈലറ്റിൽ നിന്ന് ബോധപൂർവമുണ്ടായ ഒരു നീക്കമാണെന്നും സൂചിപ്പിക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആഗോള വ്യോമയാന മേഖലയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരാനിരിക്കെ ഇറ്റാലിയൻ പത്രമായ കൊറിയർ ഡെല്ല സെറ പുറത്തുവിട്ട വിവരങ്ങൾ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ പൈലറ്റുമാർ മനഃപൂർവ്വം ഓഫ് ചെയ്തു എന്നാണ് ഈ റിപ്പോർട്ടുകൾ പ്രധാനമായും ആരോപിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 12-ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് ബോയിങ് ഡ്രീം ലൈനർ 787 വിമാനം തകർന്നു വീഴുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഔന്നത്യമായി കരുതപ്പെടുന്ന ഡ്രീം ലൈനർ വിമാനങ്ങൾ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വിമാനം പറന്നുയർന്ന ഉടൻ തകർന്നു വീണത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അപകടം നടന്ന് ഒരു മാസം കഴിഞ്ഞ് പുറത്തുവന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റപ്പെട്ടതാണ് എഞ്ചിൻ നിലയ്ക്കാൻ കാരണമായതെന്ന് കണ്ടെത്തിയിരുന്നു. വിമാനത്തിലെ വോയിസ് റെക്കോർഡിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് നീ എന്തിനാണ് എഞ്ചിൻ ഓഫ് ചെയ്തത് എന്ന് ചോദിച്ചതായും അത് ഞാനല്ല എന്ന് രണ്ടാമത്തെ പൈലറ്റ് മറുപടി നൽകിയതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ശബ്ദങ്ങളിൽ ആരുടേതാണ് ആ ചോദ്യമെന്നും ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്നും അന്ന് വ്യക്തമായിരുന്നില്ല. ഈ ദുരൂഹതയിലേക്കാണ് ഇപ്പോൾ പുതിയ വെളിച്ചം വീശുന്നത്. അമേരിക്കയിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിൻ്റെ പരീക്ഷണശാലകളിൽ വെച്ച് ശുദ്ധീകരിച്ചെടുത്ത ശബ്ദരേഖകൾ വിശകലനം ചെയ്തപ്പോൾ സ്വിച്ച് മാറ്റിയത് ആരാണെന്ന് അന്വേഷകർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ അപകടം ഒരു പൈലറ്റിൻ്റെ ബോധപൂർവമായ നടപടി അഥവാ മനഃപൂർവമായ എഞ്ചിൻ ഓഫാക്കൽ ആണെന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് പാശ്ചാത്യ ഏജൻസികൾ. കമാൻഡർ സുമീത് സബർവാളാണ് ഈ സംഭവത്തിലെ പ്രധാന സംശയിക്കപ്പെടുന്ന വ്യക്തിയെന്നും അദ്ദേഹമാണ് ആ സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ വാദത്തെ ശരിവെക്കുന്ന ഔദ്യോഗിക പ്രതികരണം ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ നിന്നോ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിൽ നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ അന്വേഷണ റിപ്പോർട്ടിനെതിരെയുള്ള എതിർവാദങ്ങളും ശക്തമാണ്. ക്യാപ്റ്റൻ സുമീത് സബർവാളിന്റെ കുടുംബവും ഇന്ത്യൻ പൈലറ്റ് അസോസിയേഷനുകളും ഈ കണ്ടെത്തലുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. പൈലറ്റിന്റെ മേൽ പഴിചാരി വിമാന നിർമ്മാതാക്കളെയും എയർലൈനുകളെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അവർ ആരോപിക്കുന്നു. വിമാനത്തിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും മെയിൻ്റനൻസ് പിഴവുകളെക്കുറിച്ചും കൂടുതൽ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഒരു പ്രൊഫഷണൽ പൈലറ്റ് ഒരിക്കലും സ്വന്തം ജീവനും യാത്രക്കാരുടെ ജീവനും അപകടത്തിലാക്കുന്ന അത്തരമൊരു നീക്കം നടത്തില്ലെന്ന് അവർ വാദിക്കുന്നു. ഇവിടെയാണ് ഇന്ത്യൻ അന്വേഷകരും അമേരിക്കൻ വിദഗ്ധരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമാകുന്നത്. വിമാനത്തിലെ സാങ്കേതിക തകരാറിനേക്കാൾ മാനുഷിക പിഴവിനാണ് അമേരിക്കൻ വിദഗ്ധർ മുൻഗണന നൽകുന്നത്. വ്യോമയാന ചരിത്രത്തിൽ പൈലറ്റുമാരുടെ മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ ബോധപൂർവമായ ഇത്തരം നീക്കങ്ങളോ കൊണ്ട് മുൻപും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ജർമ്മൻ വിങ്സ് ദുരന്തം അല്ലെങ്കിൽ സിൽക്ക് എയർ അപകടം എന്നിവ പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുള്ള മനഃപൂർവമായ പ്രവൃത്തികളാണെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. എന്നാൽ അഹമ്മദാബാദ് അപകടത്തിൽ അത്തരമൊരു നിഗമനത്തിൽ എത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. പൈലറ്റുമാരുടെ മാനസികാരോഗ്യം, ജോലിയിലെ സമ്മർദ്ദം, പരിശീലന നിലവാരം എന്നിവയെക്കുറിച്ച് ഗൗരവമായ പുനർചിന്തനം നടത്താൻ ഈ റിപ്പോർട്ട് നിർബന്ധിതമാക്കുകയാണ്. വെസ്റ്റേൺ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ഹ്യൂമൺ എറർ സിദ്ധാന്തം ശരിയാണെങ്കിൽ അത് പൈലറ്റുമാരുടെ നിയമന രീതികളിലും നിരീക്ഷണ സംവിധാനങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എഞ്ചിൻ ഓഫായ രീതിയാണ്. രണ്ട് എഞ്ചിനുകളും ഒരേ സമയം നിലച്ചു എന്നത് സ്വാഭാവികമായ ഇന്ധന ചോർച്ചയോ പമ്പുകളുടെ തകരാറോ ആയിരിക്കാൻ സാധ്യത കുറവാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു മെക്കാനിക്കൽ സ്വിച്ച് നേരിട്ട് പ്രവർത്തിപ്പിക്കാതെ ഇത്ര കൃത്യമായി ഇന്ധന വിതരണം തടസ്സപ്പെടുത്തുക പ്രയാസമാണ്. ശബ്ദരേഖകളിൽ നിന്നുള്ള പുതിയ കണ്ടെത്തലുകൾ ക്യാപ്റ്റന്റെ വിരലടയാളമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ സവിശേഷതകളോ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് സൂചനയുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്ന രീതിയും അത് പൈലറ്റിന്റെ മേൽ മാത്രം കുറ്റം ചുമത്തുന്ന രീതിയും ഒരു വിഭാഗം വിദഗ്ധർക്കിടയിൽ സംശയം ഉളവാക്കുന്നുണ്ട്. ഇത് കേവലം ഒരാളുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണോ അതോ വിമാനത്തിന്റെ സോഫ്റ്റ്വെയറിലോ ഇലക്ട്രിക്കൽ സംവിധാനത്തിലോ ഉണ്ടായ അപ്രതീക്ഷിത പിഴവാണോ എന്നതും ചർച്ചാ വിഷയമാണ്. അന്വേഷണം പൂർത്തിയാക്കി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരികയുള്ളൂ. വിമാനത്താവളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ആ നിമിഷങ്ങളിൽ കോക്പിറ്റിൽ എന്ത് സംഭാഷണമാണ് നടന്നതെന്നും ആരാണ് അവസാന നിമിഷം സ്വിച്ചുകൾ നിയന്ത്രിച്ചതെന്നും ലോകം അറിയേണ്ടതുണ്ട്.
260 കുടുംബങ്ങളുടെ കണ്ണീരും നഷ്ടപ്പെട്ട ജീവനുകളുടെ വിലയും ഈ അന്വേഷണത്തിൻ്റെ സുതാര്യതയെ ആശ്രയിച്ചിരിക്കുന്നു. വിമാന നിർമ്മാതാക്കളായ ബോയിങ് തങ്ങളുടെ 787 വിമാനങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തേണ്ടതുണ്ട്. അതേസമയം എയർ ഇന്ത്യക്ക് തങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടതുമുണ്ട്. സുമീത് സബർവാളിനെ പോലെയുള്ള പരിചയസമ്പന്നനായ ഒരു പൈലറ്റ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുമോ എന്ന ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു. മാനുഷിക ഘടകങ്ങൾ മാത്രം അപകടമാകാം എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി ഈ അപകടം മാറിയിരിക്കുകയാണ്. സാങ്കേതികമായി എത്ര തന്നെ പുരോഗതി പ്രാപിച്ചാലും ഒരു യന്ത്രം നിയന്ത്രിക്കുന്ന മനുഷ്യൻ്റെ മാനസികാവസ്ഥയ്ക്കും ധാർമ്മികതയ്ക്കും വലിയ പങ്കുണ്ടെന്ന് ഈ ദുരന്തം നമ്മെ വീണ്ടും പഠിപ്പിക്കുന്നു. അന്തിമ റിപ്പോർട്ട് വരുമ്പോൾ അത് പൈലറ്റിൻ്റെ ബോധപൂർവമായ നടപടിയായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് ലോകത്തെ വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വൻ പരിഷ്കാരങ്ങൾക്ക് കാരണമാകും. ഈ കേസ് കേവലം ഒരു അപകടത്തിൻ്റെ അന്വേഷണമല്ല, മറിച്ച് മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെ പരീക്ഷണമാണ്. അഹമ്മദാബാദ് അപകടം നൽകുന്ന പാഠങ്ങൾ വ്യോമയാന രംഗത്ത് മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മാനസികാരോഗ്യത്തിന് നൽകേണ്ട പ്രാധാന്യത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. അന്വേഷണ ഏജൻസികൾ തങ്ങളുടെ റിപ്പോർട്ടിൽ എന്തു തന്നെ പറഞ്ഞാലും നഷ്ടപ്പെട്ട ജീവനുകൾ തിരികെ വരില്ല. എങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കുറ്റാരോപിതനായ പൈലറ്റിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുമോ, അതോ പാശ്ചാത്യ ഏജൻസികളുടെ കണ്ടെത്തലുകൾ സത്യമായി മാറുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഈ സങ്കീർണമായ സാഹചര്യം വിശകലനം ചെയ്യുമ്പോൾ സാങ്കേതിക വിദ്യയുടെ കുറ്റമറ്റ രീതികളെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊപ്പം പൈലറ്റുമാരുടെ ജോലി സാഹചര്യങ്ങളെക്കുറിച്ചും കൂടുതൽ സുതാര്യമായ ചർച്ചകൾ ഉയർന്നു വരേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.